നേരത്തെ ശ്രീ അനിൽകുമാർ, അതായത് CPIM ആണ് ഈ ബിന്ദു അമ്മണി ഉൾപ്പെടെയുള്ളവരെ ശബരിമലയിലേക്ക് എത്തിച്ചത്. അത് ബീഫും പൊറോട്ടയും ഒക്കെ നൽകിയാണ് രഹ്ന ഫാത്തിമ ബിന്ദു അമ്മണി ഉൾപ്പെടെയുള്ളവരെ മല കയറ്റിച്ചത് എന്ന പ്രേമചന്ദ്രൻ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നു. സൈബർ തലത്തിൽ അത് വലിയ തോതിൽ ആക്രമണത്തിന് ഇരയാകുന്ന സാഹചര്യമുണ്ടാകുന്നു. അത്തരം ആക്രമണങ്ങൾ ഒന്നും തനിക്ക് പുതുമയല്ല, ആക്രമണങ്ങൾ സ്വാഗതം ചെയ്യുന്നു, അത് കൊള്ളേണ്ടിടത്ത് കൊണ്ടു എന്നാണ് പ്രേമചന്ദ്രൻ പറയുന്നത്. കേരളം കണ്ട ഏറ്റവും വൃത്തികെട്ട ഒരു വർഗീയവാദിയാണ് NK പ്രേമചന്ദ്രൻ. അയാൾ പറഞ്ഞൊരു വാചകം അങ്ങ് ആവർത്തിക്കുന്നതോടുകൂടി അങ്ങയുടെ നാവും അശുദ്ധമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒന്ന് CPIM ഒരാളെയും ശബരിമല കേട്ടിട്ടില്ല. ഈ പറയുന്ന വനിതകൾ ആരും CPMകാരല്ല. CPMന്റെ ഓഫീസിൽ ആരും പുറപ്പെട്ടിട്ടുമില്ല. പിന്നെ രഹ്ന ഫാത്തിമ എന്നൊരു പേര് പറയുന്നത് കേട്ടു, പ്രേമേന്ദ്രന്റെ തോളത്തിരുന്നാണോ അതിന്റെ മേലെ കയറിയത്? NK പ്രേമേന്ദ്രനാണോ അതിന്റെ മേലെ കൊണ്ടുപോയത്? ബീഫ് വിളമ്പി കൊടുത്തത് NK പ്രേമേന്ദ്രനാണോ? യഥാർത്ഥത്തിൽ ഇസ്ലാം മതവിശ്വാസികളും ഹിന്ദു മതവിശ്വാസികളും അടക്കം ലോകത്തെ എല്ലാ മതവിശ്വാസിക്കും ഒരുമിച്ച് പോകാവുന്ന തത്വമസിയുടെ ഇടമല്ലേ ശബരിമല? അവിടെ ഒരു പേര്, എന്താണ് പേര്? ആ പേരെന്ന് പറയുന്നത് ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു വനിതയുടെ പേര്, ഇല്ലാത്തൊരു പേര്, കളവായ പേര്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, RSS BJP ഇവിടെ രാജ്യവ്യാപകം ഉപയോഗിക്കുന്ന ഒരു ചിഹ്നമാണ് ബീഫ്. ആ ബീഫ് എന്ന് പറയുന്നത് എന്തിനോട് ഉപയോഗിക്കുന്നതാണ്? വേട്ടയാടാൻ ഉപയോഗിക്കുന്നതാണ്. അതിന്റെ പേരിൽ ഇന്ത്യയിൽ എത്ര പേര് കൊന്നുവര് RSS? അപ്പൊ അതൊരു ചിഹ്നമാക്കി അവതരിപ്പിക്കാൻ വെറുക്കേണ്ടതാണത് എന്ന ബോധം ഉണ്ടാക്കുകയാണ്, പ്രതീകങ്ങൾ നിർമ്മിക്കുകയാണ്. ഇതിനേക്കാൾ നല്ലതൊരു കാക്ക് കുപ്പായം ഇട്ടിട്ട് അദ്ദേഹത്തിന്റെ വഴിയിൽ ഇറങ്ങി നിൽക്കുക നല്ലത്. എന്നിട്ട് റെവല്യൂഷണറിയാണ്, സോഷ്യലിസ്റ്റാണ്. ഇങ്ങനെയുള്ള ജനപ്രതിനിധികളൊക്കെ തന്നെ ഈ നാടിന്, കേരളത്തിന് തീരെ കളങ്കമല്ലേ? എന്നിട്ട് പിന്നെ ന്യായീകരിക്കുന്നു. പാലാ ഗസ്റ്റ് വെച്ച് ബീഫ് കൊടുത്തു, പിന്നെ മാറിയിട്ട് എവിടെ ബീഫ് കൊടുത്തത്? കോട്ടയത്തെ പോലീസ് ക്ലബിൽ. കോട്ടയത്താണ്. അപ്പൊ ഇങ്ങനെ തോന്നുമ്പോഴാണ് വിളപ്പം. ഇങ്ങനെ ആരെ പറഞ്ഞിട്ടാണ് വിളിപ്പിച്ചത്? പച്ചക്കള്ളം. അപ്പൊ എന്തിനാച്ചാൽ ഒരു പേര് കണ്ടെത്തുക, ഇല്ലാത്തൊരു പേര്. ശരി, അവിടെ അദ്ദേഹം പറയുന്നത് ഇതിനു മുമ്പ് പറഞ്ഞത് തന്റെ നേതാവ് ഷിബു ബേബി ജോണാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കം ഇത്തരത്തിൽ സംസാരിച്ചിരുന്നു. പക്ഷേ തനിക്ക് നേരെ ആണ് ഇപ്പോൾ ആക്രമണം ഉണ്ടാകുന്നത്. അത് ഒരു വ്യക്തിഹത്യയും തന്റെ വർഗീയവാദിയെ ചിത്രീകരിക്കാനുമുള്ള ശ്രമമാണ്. ഈ വ്യക്തിഹത്യ CPIMന്റെ ഉന്മൂലന രാഷ്ട്രീയമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതെ, അപ്പം UDF കൂടോടുകൂടി കള്ളം പറയുന്നവരാണല്ലേ അദ്ദേഹം പറയണത്. അത് ഞങ്ങൾക്കെതിരല്ല. VD സതീശനും ഷിബു ബേബി ജോണും ഈ പച്ചക്കള്ളം പറഞ്ഞു. അങ്ങനെ ഷിബു ബേബി ജോണും അതുപോലെ തന്നെ VD സതീശനും പച്ചക്കള്ളം പറയുന്നു എന്ന് പറയുന്ന ആളുടെ ന്യായമാണ്. അങ്ങനെ അവര് പച്ചക്കള്ളം പറഞ്ഞാൽ അത് ബാധ്യതയാണ്. അത് ഏറ്റെടുക്കേണ്ട ബാധ്യത കേരളത്തിനുണ്ടാ? നമ്മളൊന്ന് ആലോചിക്കണ്ടേ? ഇവര് പച്ചക്കള്ളം പറഞ്ഞു തന്നെ പ്രേമേന്ദ്രൻ പറയണത്. അതുകൊണ്ട് അവര് പറഞ്ഞു തീർക്കട്ടെ. ഇതൊന്നും കേരളത്തിൽ ചെലവാകാൻ പോകുന്നില്ല. ഒരേ സമയം രാഹുൽ ഗാന്ധി, ഒരേ സമയം മോദിയെയും, പണ്ടുണ്ടായിരുന്നില്ല ഗുരുവായൂരപ്പനെയും അതുപോലെ തന്നെ അന്തോണി സെന്തുവാളിന്റെയും ഒരുമിച്ച് കൊണ്ടു നടക്കുകയും ഓരോ സ്ഥലത്ത് മാറി മാറി കാണിക്കുകയും ചെയ്യുന്ന പോലെ പ്രേമേന്ദ്രൻ കൊണ്ടു നടക്കുന്നത് ഒരു ഭാഗത്ത് മോദി, മറ്റേ ലോക്കറ്റേറ്റിന്റെ മറുഭാഗം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി തരാതരമ്പ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേരളം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് NK പ്രേമേന്ദ്രൻ ഒന്ന് എടുക്കാച്ചിറക്കായി മാറി അവസാനം വൃത്തികെട്ട വർഗീയത പറയുകയാണ്. ഇതിനേക്കാൾ നല്ലത് ഇപ്പൊ തന്നെ ആ പാർട്ടി ഇല്ലല്ലോ, അത് പിരിച്ചുവിട്ടിട്ട് വല്ല BJPയിലും വല്ല ചേരുന്നത്. ഇതിനേക്കാൾ അഭിമാനമുള്ള കാര്യമാണ്. റൈറ്റ്, വളരെ നന്ദി ശ്രീ അനിൽകുമാർ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ബിന്ദു അമ്മണി തുടരുന്നുണ്ട്. NK പ്രേമചന്ദ്രനെതിരെ എന്തുകൊണ്ട് അഭിഭാഷകയായ ബിന്ദു അമ്മണി നടപടി സ്വീകരിക്കുന്നില്ല എന്ന ചോദ്യമടക്കമാണ് അഡ്വക്കേറ്റ് അനിൽ വിളയെ ചോദിച്ചത്. തീർച്ചയായും അതിന് അവരുടെ മറുപടി കൂടി നമുക്ക് കേൾക്കാം ഇടവേളയ്ക്ക് ശേഷം.